ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാൻ സമൂസ ഷീറ്റും വേണ്ട, അതുപോലെ തന്നെ മാവ് കുഴച്ചും പരത്തി ഒന്നും കഷ്ടപ്പെടേണ്ട. വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ നല്ല ഷേപ്പിന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാവ് കൈകൊണ്ട് പോലും തൊടാതെ ഇത്ര ഷേപ്പായിട്ടുള്ള സമൂസ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എഗ് സമൂസ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ അതിനായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഇവ 3ഉം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത ശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരാനായിട്ട് സിമ്മിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാകും. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി സവാള ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് കറക്റ്റ് പാകത്തിന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ചപ്പാത്തിയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ റെഡി ടു കുക്ക് എന്നുള്ള ചപ്പാത്തി ഇപ്പം എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒരു ചപ്പാത്തി എടുക്കാം. ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ ഇനി നമ്മളൊന്നും ചെയ്യണ്ട. ഇതൊന്ന് നമുക്കിനി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് ഇതേപോലെ നടുവശം നോക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിനി ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 പീസായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേ അളവിലാകാനൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്കിനി സമൂസ ഷീറ്റില്ലെങ്കിലും അതുപോലെ തന്നെ മൈദാമാവ് കൊണ്ട് കഷ്ടപ്പെട്ട് കുഴച്ച് പരത്തി ഒന്നും ഉണ്ടാക്കണ്ട. ഇതേപോലെ ചപ്പാത്തി എല്ലായിടത്തും നമുക്കിപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ വളരെ പെട്ടെന്ന് തന്നെ നോയമ്പിലൊക്കെ നമ്മൾ ഒരുപാട് പാടുപെട്ട് തയ്യാറാക്കാതെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എഗ് സമൂസ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഞാനിവിടെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ മുട്ടയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മൈദാമാവാണ്. മൈദാമാവ് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലൊന്ന് കലക്കി തയ്യാറാക്കി മാറ്റി വെക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു സൈഡ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മൈദാമാവ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതേപോലെ മൈദാമാവ് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഓപ്പോസിറ്റുള്ള ആ ഒരു സൈഡും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം. ഒരു കോൺ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. നമുക്ക് ബാക്കിയുള്ള മൈദാമാവും കൂടെ ഒന്ന് തേച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ബാക്കിയുള്ള ഭാഗങ്ങളിലും മൈദാമാവ് ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ആദ്യം 2 സൈഡും പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് സമൂസയുടെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതേപോലെ
ഓപ്പോസിറ്റ് സൈഡ് തമ്മിൽ ഒന്ന് കോൺ ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലും മൈദാമാവ് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. ആദ്യം തന്നെ ഈ രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്ത് പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇനി ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകത്തില്ല. അതുപോലെ നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് 1-2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന പോലെ ആവും. അത്ര ഈസിയാണ്. ഒരു ചപ്പാത്തി കൊണ്ട് തന്നെ നമുക്ക് 4 എണ്ണം സമൂസ തയ്യാറാക്കിയെടുക്കാം. 2 ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സമൂസ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമൂസയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊങ്ങി കിട്ടും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും അധികം കുടിക്കത്തുമില്ല. അതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ പുറത്തൊന്നും വരാതെ നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സമൂസ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സമൂസയും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാവൊക്കെ കുഴച്ചും പരത്തിയും ഒന്നും കഷ്ടപ്പെടുകയും വേണ്ട. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നോയമ്പിൻ്റെ സമയത്തൊക്കെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സമൂസയുടെ റെസിപ്പി. ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് വെജിറ്റബിളും എല്ലാം ഇതേപോലെ തന്നെ വെച്ച് കൊടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, സമൂസ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊന്നും അധികം കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ നമുക്കിനി സോസിൽ മുക്കി കഴിച്ചു നോക്കാം. നല്ല എഗ് സമൂസ, നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എത്ര എളുപ്പത്തിലാണ് തയ്യാറാക്കിയെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.